സങ്കീർത്തനങ്ങൾ 83. ഇസ്രയേൽ ഒരു ജാതിയായി ശേഷിക്കാതെ വണ്ണം ഭൂമുഖത്തു നിന്ന് നിർമ്മാർജ്ജനം ചെയ്യാനായി ചുറ്റുമുള്ള ശത്രുരാജ്യങ്ങൾ ഒരുമിച്ച് കൂടിയ ഒരു സന്ദർഭത്തെയാണ് ഈ സങ്കീർത്തനം ചൂണ്ടിക്കാണിക്കുന്നത്. ആസാഫിൻ്റെ സങ്കീർത്തനങ്ങളിൽ ഒടുവിലത്തേതായ ഈ സങ്കീർത്തനം ഒരു ആക്രമണത്തിന് മുമ്പുള്ള പ്രാർത്ഥന കൊണ്ട് ആരംഭിക്കുന്നു. ദൈവമേ, മിണ്ടാതെ ഇരിക്കരുതേ, ദൈവമേ, മൗനമായും സ്വസ്ഥമായും ഇരിക്കരുതേ. ഇതാ നിന്റെ ശത്രുക്കൾ കലഹിക്കുന്നു, നിന്നെ പകയ്ക്കുന്നവർ തല ഉയർത്തുന്നു. അവർ നിന്റെ ജനത്തിന്റെ നേരെ ഉപായം വിചാരിക്കുകയും നിന്റെ ഗുപ്തന്മാരുടെ നേരെ ദുരാലോചന കഴിക്കുകയും ചെയ്യുന്നു. വരുവീൻ, ഇസ്രായേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളക, അവരുടെ പേരിനി ആരും ഓർക്കരുത് എന്ന് അവർ പറഞ്ഞു. അവർ ഇങ്ങനെ ഐക്യമത്യത്തോടെ ആലോചിച്ചു, നിനക്ക് വിരോധമായി സഖ്യത ചെയ്യുന്നു. ഏദോമ്യരുടെയും ഇശ്മായേല്യരുടെയും കൂടാരങ്ങളും മോവാബ്യരും ഹഗര്യരും കൂടെ ഗബാലും അമ്മോനും അമാലേക്കും ഫെലിസ്ത്യദേശവും സോർ നിവാസികളും അശൂരും അവരോട് യോജിച്ചു. അവർ ലോത്തിന്റെ മക്കൾക്ക് സഹായമായിരുന്നു. മെദ്യാന്യരോട് ചെയ്തതുപോലെ അവരോട് ചെയ്യണമേ. കീശോൻ തോട്ടിങ്കൽ വെച്ച് സീസറയോടും യാബീനോടും ചെയ്തതുപോലെ തന്നെ അവർ എൻഡോരിൽ വെച്ച് നശിച്ചുപോയി. അവർ നിലത്തിന് വളമായി തീർന്നു. അവരുടെ കുലീനന്മാരെ ഓരേബ്, സേബ് എന്നിവരെ പോലെയും അവരുടെ സകല പ്രഭുക്കന്മാരെയും സേബ്, സൽമുന്ന എന്നിവരെ പോലെയും ആക്കണമേ. നാം ദൈവത്തിന്റെ നിവാസങ്ങളെ നമുക്ക് അവകാശമാക്കിക്കൊള്ളുക എന്ന് അവർ പറഞ്ഞുവല്ലോ. എൻ്റെ ദൈവമേ, അവരെ ചുഴലിക്കാറ്റത്തെ പൊടി പോലെയും കാറ്റത്ത് പാറുന്ന പതിർ പോലെയും ആക്കണമേ. വനത്തെ ദഹിപ്പിക്കുന്ന തീ പോലെയും പർവ്വതങ്ങളെ ചുട്ടുകളയുന്ന അഗ്നിജ്വാല പോലെയും നിന്റെ കൊടുങ്കാറ്റുകൊണ്ട് അവരെ പിന്തുടരണമേ. നിന്റെ ചുഴലിക്കാറ്റുകൊണ്ട് അവരെ ഭ്രമിപ്പിക്കണമേ. യഹോവേ, അവർ തിരുനാമത്തെ അന്വേഷിക്കേണ്ടതിന് നീ അവരുടെ മുഖത്തെ ലജ്ജാപൂർണമാക്കണമേ. അവരെ നീക്കി ലജ്ജിച്ച് ഭ്രമിക്കുകയും നാണിച്ച് നശിച്ചു പോവുകയും ചെയ്യട്ടെ. അങ്ങനെ അവർ യഹോവ എന്ന് നാമമുള്ള നീ മാത്രം സർവഭൂമിക്കും മീതെ അത്യുന്നതനെന്നറിയും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ.